നിങ്ങളെവിടെ പോയി? ഞാൻ അപ്പുറത്തെ കടയിൽ പോയി. നീ ആട്ടോ എവിടെ പോയിട്ട്? നിങ്ങൾ പോയപ്പോ ഞാനും പോയി. നടന്നു പോകാൻ പറ്റുമോ എവിടെയെങ്കിലും പോകാൻ? എവിടെ പോയത്? അതെ, അതൊക്കെ ഒരു സ്ഥലത്ത് പോയതാണ്. അത് ഇപ്പൊ എല്ലാം പറയണോന്നുണ്ടാ? പിന്നെ ഞാൻ നിന്റെ അമ്മായിയമ്മ അത് മോന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ എപ്പോഴും വിളിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ആട്ടയിൽ കറങ്ങാതെ നടന്നു പോകാൻ പറ്റുമോ? പറയേ. നീ പോണ സ്ഥലം എന്നോട് പറയണ്ടേ? അതിങ്ങനെ പറയാൻ പറ്റും. പെട്ടെന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റും. എടി നിന്റെ വീട്ടിൽ പോയാ, നീ കൊച്ചുങ്ങളെ സ്കൂളിൽ പോയാ എവിടെ പോയി? നീ ആട്ടോ വിളിക്കുക, നീ അങ്ങ് പോവുക. നീ ഇപ്പൊ ഈ ആട്ടോയിൽ വന്നിറങ്ങി ഞാൻ കടയിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നോണ്ട് ഞാൻ കണ്ടു. അല്ലെങ്കിൽ ഞാൻ നീ പറയാം അപ്പുറത്തെ വീട്ടിൽ പോയെന്നാ, ഇപ്പുറത്തെ വീട്ടിൽ പോയാ. ഞാനും എൻ്റെ സാധനങ്ങൾ വാങ്ങാനാണ് പോയത്. എനിക്ക് കടയിൽ പോകണം, തുണിയായിട്ട് സാധനങ്ങൾ വാങ്ങണം, അങ്ങനെയൊക്കെ ഉണ്ട്. നീ എന്നും ഈ ആട്ടോ വിളിച്ച് ഇങ്ങനെ ആട്ടയിൽ പോയാൽ മതിയെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. പേശനെ വിളിച്ചു പറഞ്ഞു, നീ വെയിൽ കൊണ്ട് ഇങ്ങനെ കറക്കും, നിന്റെ സൗന്ദര്യം. നീ എവിടെ പോയെന്ന് ചോദിക്കല്ലോ. അതൊന്നും എനിക്കറിയത്തില്ല. അത് നിങ്ങളെ ഇഷ്ടം, ചോദിക്കുന്നത് ചോദിക്കണം. നീ ഇങ്ങനെ ആട്ടോ കറങ്ങിക്കൊണ്ട് എന്തൊരു വേറെ എന്തിരുന്ന് പറയാ. ഞാൻ എന്തായാലും നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്താ അനാലയോ അതാണ്? അതാണ്. അത് ഞാൻ ഒരു കാര്യം ചോദിക്കാം. നിനക്ക് കയറി വരുമ്പോ പോകുമ്പോഴും അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരുക, അങ്ങനെ അനാഥാലയം പോലെയാണ് വീട്. അതൊക്കെ നിങ്ങളെ മോന്റെ അടുത്ത് ചോദിക്കും. ഇങ്ങനെ പോയാ മതിയാ? പോയാ എന്തോന്നാ? അത് തന്നെ എന്റെ വഴക്കിനാണ് നിക്കുന്നത് ഈ വഴിയിൽ. ഈ ആട്ടോയിൽ നീ എവിടെ പോയെന്ന് എനിക്ക് നീ പറഞ്ഞേ പറ്റൂ. അതെനിക്ക് പറയാൻ പറ്റത്തില്ല, പറ്റൂല. ഞാൻ പറയാനുള്ളടുത്ത് പറഞ്ഞിട്ട് എന്നെ പോണ ഇങ്ങനെ പോയാലും ഞാൻ അവനെ വിളിക്കട്ടെ. വിളിക്ക്. നീ ഇങ്ങനെ രാവിലെ നിങ്ങൾ അങ്ങനെ പോണത് നിങ്ങൾ ഒരു ആട്ടോ കയറി പോയതിന്റെ അവിടെയാണ് എന്റെ വീട്ടിലെ സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ പിന്നെ വേറെ എവിടെയെങ്കിലും പോകണം. അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ റോഡിന് വഴി തിരക്കി അങ്ങനെ പോകണമെന്നുണ്ട്. അവൻ എന്നെ ഇപ്പം വിളിച്ചതേ ഉള്ളൂ. നീ രാവിലെ ഇറങ്ങി പോയപ്പോ അവൻ വിളിച്ചു, അമ്മ അവൾ ഇങ്ങനെ പോയാലോ, ഇന്ന ആരും ആട്ടോ വിളിച്ച്. എടി നീ ഷാജിയുടെ ആട്ടോ വിളിച്ച് പോയെന്ന് പറഞ്ഞു. ഷാജി എന്നിട്ട് ആട്ടയിലല്ല പോയത്. പിന്നെ ഷാജി എണ്ണ മെനിഞ്ഞാന്ന് ദുബൈ പോയി. അണ്ണൻ പോയി. അണ്ണ ഇല്ലാത്തോണ്ടല്ലേ വേറെ ആട്ടയിൽ പോയത്. അണ്ണ വരുന്നെന്നും പറഞ്ഞ അണ്ണൻ പാവം അവിടെ കൊണ്ടുപോയി അണ്ണൻ കൊണ്ടാക്കിയിട്ട് ഇങ്ങ് വരും. പാവം പാവണ്ണ. ഇന്ന് നീ എന്തിനു പോയി? അത് ഞാൻ പറയാനുള്ളടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ എന്തിനു പോയി? മെനിഞ്ഞാന്ന് പോയി? മെനിഞ്ഞാന്ന് പോയത് തുണി വാങ്ങിക്കാൻ പോയി. അന്ന് ഇന്നലെ പോയപ്പോ ആ തുണി ഇഷ്ടപ്പെട്ടില്ല, അതങ്ങ് തിരിച്ചോണ്ട് കൊടുക്കണം. ഞാൻ വിളിക്കട്ടെ അവനെ. നിനക്ക് എന്നും ഇതുപോലെ ആട്ടോയിൽ സഞ്ചാരമാണെന്ന് പറയാം. ഇപ്പൊ നീ വീട് അവിടെ, നീ ഇവിടെ വന്ന് ഇറങ്ങണ, വീട്ടിനകത്തൊന്നും ഇറങ്ങണ്ട. അതെനിക്ക് ഇത്രയും നേരം നടക്കണം. അതിന് നിങ്ങളിങ്ങനെ നടന്നു വന്നാൽ ഞാൻ എന്നും നടന്നാണല്ലേ പോണ. പക്ഷെ ഞാൻ നടന്നു പോകില്ല, എനിക്ക് നടക്കാനൊന്നും പറ്റൂല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലല്ലോ ഈ തടിയും വെച്ച് അങ്ങനെ നീ നടക്കും. ആവശ്യത്തിനല്ലേ ആഹാരം കഴിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുന്ന ഇല്ലല്ലോ. ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാ നീ പോയിരുന്നത്. അതുകൊണ്ടാണ് നിനക്ക് വീട്ടിൽ ആഹാരം വേണ്ടാത്തത്. നിങ്ങൾ ഷാജി അണ്ണനെ ഒന്നും പറയില്ല, എന്റെ സ്വഭാവം മാറും. ഷാജി അണ്ണൻ പേച്ചേ പോയി പാവം. നിന്റെ ആങ്ങളയല്ലേ ഞാൻ പറഞ്ഞ ഷാജിയെ? നിന്റെ ആങ്ങള ഷാജി അല്ല പറഞ്ഞത്. നീ ഏത് ഓട്ടോ പോയി ആ ഓട്ടോക്കാരാണ് പറഞ്ഞത്. ആ ഓട്ടോക്കാരൻ വേറെ ഒരാളാണ്. അപ്പൊ അയ്യോ അണ്ണൻ പോയി പേശയത്. എന്റെ ഷാജി അണ്ണനെ ആവശ്യമല്ലാതെ പറയുന്നത്. നീ മേലെ ഇതുപോലെ ആട്ടോയിൽ നിനക്ക് കറങ്ങി നടക്കാനല്ല നിന്നെ ആ വീട്ടിൽ കൊണ്ടുവന്നത്. നിനക്ക് ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയാ. അവനെ വിളിക്കട്ടെ. നീ കറങ്ങി നടക്കൂല, നിന്റെ വീട്ടിൽ പോയിരിക്കും. നിന്റെ വീട്ടിൽ പോയിരിക്കാം.